യുദ്ധമുഖത്തേക്ക് ആദ്യമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ഉറ്റ സഖ്യകക്ഷികളായ ഹൂതി വിമതർ. ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയാണ് ഇവർ ഇറാനുമായുള്ള സൗഹൃദം ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഹൂതികൾ ഇസ്രയേലിനെ നേരിട്ട് ലക്ഷ്യമിടുന്നത്. ഇതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക അതിശക്തമാവുകയാണ്. ഇറാനെതിരായ അധിനിവേശ നീക്കം അവസാനിക്കുന്നതിന് വരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഇറാനെതിരായ സൈനിക നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യം യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതല്ല. അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ലബനനിൽ 3 മാധ്യമപ്രവർത്തകരും 1 സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ച സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ആക്രമണം നടത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചർച്ച നടത്തി. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തുർക്കി, സൗദി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരുന്നുണ്ട്. എങ്കിലും ഉടനടി ഒരു സമാധാന ഉടമ്പടിക്ക് സാധ്യത കുറവാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത് ലോക സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിതരണ ശൃംഖലയിൽ ഉണ്ടായ ഈ തടസ്സം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാനിലെ ഇംഗ്ലീഷ് ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് കൂടി രംഗത്ത്. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു US സൈനികനും ശവപ്പെട്ടിയിലായിരിക്കും മടങ്ങുന്നത് എന്ന 1-ാം പേജിൽ കുറിച്ചാണ് പത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ എഡിഷൻ പുറത്തിറങ്ങിയത്. നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടുകൂടിയാണ് പത്രത്തിന്റെ 1-ാം പേജ്. മിഡിൽ ഈസ്റ്റിൽ 10,000 വരെ അധികം സൈനികരെ വിന്യസിക്കുന്നതിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നുവെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇറാനിൽ കരസേന നടപടികൾക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ പത്രത്തിൽ മറുപടി നൽകിയത്. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ യമനിലെ ഹൂതി വിമതരെ ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുമെന്ന് ബുധനാഴ്ച ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. എന്നാൽ ശനിയാഴ്ചത്തോടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഹൂതികൾക്ക് നിർദ്ദേശം നൽകുമെന്നായിരുന്നു ഭീഷണി. ഇറാനെതിരായ പോരാട്ടത്തിൽ കരസേനയെ ഉപയോഗിക്കാൻ ഉദ്ദേശമില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ അമേരിക്കയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറെടുക്കണമെന്നും ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിനിടെയാണ് ഈ സൈനിക വിന്യാസം നടന്നത്. ഇത് പ്രദേശത്തെ US സൈനികരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് കാരണമാകും. എന്നാൽ സൈന്യത്തെ എവിടെയാണ് വിന്യസിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമല്ല. ഖാർഗ് ദ്വീപിലായിരിക്കുമെന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഊർജ പ്ലാന്റുകൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ്. 7 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് ഇറാൻ അഭ്യർത്ഥിച്ചത് എന്നും എന്നാൽ താൻ 10 ദിവസം നൽകുകയായിരുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതേസമയം വെള്ളിയാഴ്ച രാവിലെ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായും ഇസ്രയേൽ അറിയിച്ചു. ഇന്നലെ പുറപ്പെട്ട 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടു. 3-4 ദിവസത്തിനകം രാജ്യത്തെത്തും. BW, EMI, BW ടയർ എന്നീ കപ്പലുകളിൽ 900 മെട്രിക് ടൺ LPG ഉണ്ട്. നാവികസേനയുടെ അകമ്പടിയിലാണ് യാത്ര. 3 LPG കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് വശത്തുണ്ട്. ഇവയ്ക്കും വൈകാതെ തന്നെ യാത്രയ്ക്ക് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷം 1 മാസം പിന്നിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ കനത്ത വ്യോമാക്രമണവും തുടരുകയാണ്. അബുദാബിയിലെ കെസാദ് എക്കണോമിക് സോണിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്.
UAEക്ക് നേരെ 20 ബാലിസ്റ്റിക് മിസൈലുകളും 37 ഡ്രോണുകളും ആക്രമണം നടത്തി. ഒമാനിലെ സലാല തുറമുഖത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കപ്പൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലുണ്ടായ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ആക്രമണത്തിൽ റഡാർ സംവിധാനങ്ങൾ തകരാറിലായി.